വെൽക്കം ബാക്ക് അവർ ചാനൽ. എന്തെല്ലാണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാട്ടോ. അപ്പോൾ കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ വീട് പണി അതെ ഇവിടെ വീട് പണി നടക്കണോണ്ട് തന്നെ ആദ്യം കുടിക്കണ വെള്ളം കൊണ്ടുവെക്കണം കേട്ടോ. അവർ വരും പിന്നെ തൊണ്ടൊക്കെ ഇടണം, കുടിവെള്ളം കൊണ്ടുവെക്കണം, അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവെക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞു വിശേഷങ്ങൾക്ക് പോയാലോ? ഓക്കെ. അങ്ങനെ ഫ്രണ്ട്സ് വെള്ളം കൊണ്ടുവച്ച് ഞാനും മക്കളും തിരിച്ചു വരികയാണ് കേട്ടോ. കണ്ടോ, ഇൻഷാ അല്ലാഹ് നോമ്പിന് മുമ്പൊക്കെ ആയിട്ട് വീട്ടിലിരിക്കണം വിചാരിക്കേണ്ട. ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് കാത്തിരുന്ന് നമ്മുടെ സ്വപ്നം അള്ളാഹുല ഒരു അനുഗ്രഹമാണ് വീട്. അപ്പോൾ റബ്ബ് ഇൻഷാ അല്ലാഹ് നോമ്പിന് മുമ്പായിട്ട് ഇരിക്കാൻ അതിൽ റബ്ബ് അനുഗ്രഹിക്കുന്നു വിചാരിക്കണം. ദുആ ചെയ്യേ. അങ്ങനത്തെ അന്ന് സ്പെഷ്യലായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നല്ല ബിരിയാണി ആട്ടോ. കോയമ്പത്തൂർ ബിരിയാണിയാണ് ഇക്കാട് സിസ്റ്റർ കൊടുത്തു വിട്ടാണ് രാത്രിക്ക്. പക്ഷെ അപ്പോൾ നമ്മൾ വയറ് ഫുള്ളായതുകൊണ്ട് പിറ്റേ ദിവസം കാലത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആ ഫുഡെല്ലാം കഴിച്ചിരുന്ന ഇന്ന് രാവിലെ ഇതാ നമുക്ക് നല്ല പയറും. അപ്പോൾ ഇതാ നേരത്തെ തന്നെ ഫുഡൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല പയറുപ്പേരിയുണ്ട്, അയല വറുത്തുണ്ട്, വേഗം മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടോ. ഗ്യാസിനൊക്കെ തെറിച്ച് വീണിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ക്ലീൻ ചെയ്യട്ടോ. അങ്ങനെ ഇതാ അയല വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ അയല ചെമ്പാന്ന് പറയും, അത് മുളക് ഇട്ടതുണ്ട്. പിന്നെ പയറുപ്പേരി, ചോറ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്ക്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം നമ്മുടെ ചായക്കുള്ള പലഹാരം കൊണ്ടുകൊടുക്കണം. വീട് പണി ചെയ്യുന്നവർക്ക്. അപ്പോൾ ചായയും പലഹാരം അവർക്ക് കൊണ്ടുകൊടുത്തതിന് ശേഷം ഞാൻ മീൻകറിയും കൂട്ടിയിട്ട് ഈ ചക്കരക്കിഴങ്ങ് കഴിക്കാൻ സ്വീറ്റ് പൊട്ടോട്ടോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ ഇക്ക ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇക്ക വന്നപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ പോയിട്ടോ. ഹിബമോള് പൊടിയടിക്കുക കാരണം എപ്പോൾ പോകുമ്പോഴും ഈ കണ്ണട വെക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയി. എല്ലാവരും അവസാനം വരെ കണ്ട് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത് വിചാരിക്കണം. അങ്ങനെ നമ്മൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഇരുപമോള് ഷീഗ്ലാമിന്റെ ഒരു ബ്ലഷ് പരിചയപ്പെടുത്തുന്നത്. കനാലും വെള്ളം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നടക്കുന്നത് ഒരു അടിപൊളി കാര്യം പറയാനാണ്. അത് ഗൈസ്, ഞാൻ മേടിച്ച ഷീഗ്ലാമിന്റെ ബ്ലഷ് ഞാൻ കുറേ യൂട്യൂബിൽ കാണുമ്പോൾ ഇക്ക മേടിക്കണം. അങ്ങനെ ഞാൻ ഫൈനൽ മേടിച്ചു. സ്കൂളിൽ വന്നു. അപ്പോൾ സ്കൂളിൽ വന്നപ്പോൾ പറയാൻ എന്താ കൊറിയർ വന്നിട്ട് നോക്കുമ്പോഴാണ് ഷീഗ്ലാമിന്റെ ബ്ലഷ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അടിപൊളി റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് മേടിച്ചുകൂടാ? അപ്പോൾ ഞാൻ മേടിച്ചു. നമുക്ക് അടിപൊളി ഷെയ്ഡാണ്. നമുക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഉമ്മച്ചാട് എന്നിട്ട് 105 എടുക്കുന്ന കാര്യം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഭയങ്കര നല്ലതാണെന്നാണ്. അപ്പോൾ ഗൈസ് അടിപൊളിയാണ് കേട്ടോ. നല്ല സ്റ്റൈൽ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. എൻ്റെ ഫേസ് ഒക്കെ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യാം ഗൈസ്. അതിനെത്തി അപ്പോൾ നന്നായിട്ട് അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വാങ്ങി മേടിക്കാൻ. ആ സൈഡിൽ ലിങ്ക് കമൻറ്റ് ചെയ്യാൻ ലിങ്ക് പിൻ ചെയ്യാം. അപ്പോൾ ഷീഗ്ലാമിന്റെ ബ്ലഷ് ഞാൻ മേടിച്ചു. എനിക്ക് അടിപൊളിയാട്ടോ. നിങ്ങൾ എന്തായാലും മേടിച്ചാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്ര എൻ്റെ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ബൈ.